ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ സ്ഥിരമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ കിഡിലൻ ടേസ്റ്റിൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടെക്സ്ചറിലുള്ള ഒരു ഹൽവയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നാട്ടിലൊക്കെ ഒരുവിധം വീടുകളിൽ നുറുക്ക് ഗോതമ്പ് സ്റ്റോക്കുള്ളൊരു സമയമാണല്ലോ അല്ലേ ഇപ്പോൾ. അഥവാ ഇനി സ്റ്റോക്ക് ഇല്ലെങ്കിലും മേടിച്ചിട്ട് ഒരിക്കലെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായാൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് മുന്തിരിക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിയും മൂത്ത് വന്നാൽ നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലപോലെ വറുത്തെടുത്താൽ നുറുക്ക് ഗോതമ്പ് ചേർക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയതിന് ശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് 3-4 മിനിറ്റ് നെയ്യിലൊന്ന് വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഞാൻ ഫോട്ടോയിൽ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പക്ഷെ ഇത് ഹൽവയിലേക്കുള്ള മധുരം പകുതി പോലെ ആവില്ല. ബാക്കി പഞ്ചസാര പാല് നന്നായി വറ്റിയതിന് ശേഷം ചേർക്കാം. ഇത് എന്നല്ല, ഏത് ഹൽവ ഉണ്ടാക്കുമ്പോഴും പഞ്ചസാരയും നെയ്യൊക്കെ നന്നായി ചേർത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഹൽവയ്ക്ക് കിട്ടൂ. അതുകൊണ്ട് കുറഞ്ഞത് റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന അളവെങ്കിലും പഞ്ചസാരയും നെയ്യൊക്കെ ചേർക്കാൻ ശ്രദ്ധിക്കണേ. നെയ്യ് എത്ര കൂടുതൽ ചേർക്കുന്നോ അത്രയും ഹൽവയ്ക്ക് ടേസ്റ്റും കൂടും. ഇപ്പം ഇതാ ഏകദേശം പാല് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയും 4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യിൽ ഹൽവ ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഏലക്കായ അല്ലെങ്കിൽ വളരെ കുറച്ച് റോസ് വാട്ടർ അതോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർക്കുന്നില്ല. എനിക്കിതിൽ നെയ്യിൻ്റെ മണം മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ നെയ്യ് ചെറുതായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നമുക്ക് ചൂടാറുന്നതിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് നന്നായി ആറിയാൽ കട്ട് ചെയ്യാൻ പാകത്തിന് ഇത് സെറ്റാകും. അതുപോലെ തന്നെ പാല് ചേർത്തപ്പോൾ വന്ന ആ ഒരു ചെറിയ വൈറ്റ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഡാർക്ക് കളറും കിട്ടും. കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഗോതമ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് കഴിക്കുമ്പോൾ ഒരിക്കലും മനസ്സിലാവില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. ചെറിയ ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയത്. വീട്ടിൽ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ തിക്ക് ക്രീമോ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലുള്ള ടേസ്റ്റിയും ഈസിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.